കൊന്നിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റർ മൈറ്റ് മഹത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 32 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നലെ ഞാൻ മിസ്റ്റർ മൈറ്റ് മഹത്തിന്റെ വീഡിയോ ഇടാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഫിസിക്കലി കുറച്ച് ഡൗൺ ആയിരുന്നു. ഇന്നലെ എന്തോ വീക്ക് ആയിട്ട് എനിക്ക് തോന്നി, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത്. സോ ഇന്നലത്തെ കൂടെ ചേർത്ത് ഇന്ന് 6ഓളം ചാപ്റ്റേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്നും ചെയ്ത് നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് അസോസിയേഷൻ ലീഡറിന്റെ സെക്കൻഡ് ഡിസിപ്ലിൻ ജാങ് നിയോങ് ആക്. സത്യം പറഞ്ഞാൽ ഈ 3 ഡിസിപ്ലിൻ ഇവനാണ് ഏറ്റവും ക്രൂവൽ ആയിട്ടുള്ളത്. എന്നാൽ അതേപോലെ അവൻ മറ്റൊരു കാര്യത്തിലും നന്നായിട്ട് അറിയപ്പെടാറുണ്ട്. അവൻ ശരിക്കും ഒബ്സസ്ഡ് ആണ്. ഈ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവൻ കണ്ടെത്താറുണ്ട്. ആൻഡ് ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ആ ഒരു കണ്ണ് കാണാത്ത വ്യക്തിയും. നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഇവന്റെ ഹൃദയമെടുപ്പ് വളരെയധികം നോർമലാണല്ലോ. അങ്ങനെ മോങ് ജിയോൺ അവന്റെ കണ്ണിൽ പെടുകയും ചെയ്തു. മോർട്ടൽ, നീ കാമായിട്ട് നിൽക്കുക, നിന്റെ ലെവലിനെ പറ്റി അവനിപ്പോഴും വലിയ പിടിയൊന്നുമില്ല. പെട്ടെന്ന് ജിയോങ് അവന്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് പറയുകയും ചെയ്യും, എന്നെ പഠിപ്പിച്ചാൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രേറ്റ് ടൈഗറിന്റെ മുമ്പിൽ ചെന്നാലും നമ്മൾ കാമായിട്ട് തന്നെ നിൽക്കണമെന്നാണ്. ഒരു ഗ്രേറ്റ് ടൈഗർ അല്ലേ, കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ കൈ ഞൊടിച്ചപ്പോഴാണ് മോങ് ജിയോന്റെ തൊട്ടുപുറകിൽ ഒരുത്തൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ഒരു കിടിലം പഞ്ച് കൊടുക്കുകയും അവനായിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നിനക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തെങ്കിലും സ്കില്ല് ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. എനിക്ക് അവന്റെ സ്കിൽ എന്താന്ന് കാണണം. യെസ് യങ് മാസ്റ്റർ. മോർട്ടൽ, ഞാൻ പറയുന്നേക്ക് നീ ശരിക്കും ഹോൾഡ് ബാക്ക് ചെയ്തോളൂ. അങ്ങനെ കുറച്ചധികം സമയം കടന്നുപോയി. അവിടെ മുഴുവൻ രക്തം തെറിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ മോങ് ജിയോനെ അവൻ നിർത്താതിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം നേരമായിട്ടും അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അല്ല, ഇങ്ങനെയാണെങ്കിൽ അവൻ മരണപ്പെടുമല്ലോ. അല്ല, ഇത് മാത്രമല്ലോ ഞാൻ വിചാരിച്ചത്. കോപ്സ് ബിൽഡ് വാലിയിലെ ടോപ്പ് ട്രെയിൻ ആയതുകൊണ്ട് മേ ബി അവന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നല്ലോ. എങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്കാന്ന് പറഞ്ഞപ്പോഴാണ് അവന്റെ ഹൃദയമെടുപ്പ് ഇപ്പോഴും കാമാണെന്ന് പറഞ്ഞ് ആ കണ്ണ് കാണാത്താൻ പെട്ടെന്ന് അവിടേക്ക് ചാടി വന്നത്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ആ സോഡ അവൻ നേരെ പുറത്തേക്ക് എടുത്തു. നീ നിന്റെ സ്കിൽസ് ഒളിപ്പിക്കുവാണെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് നീ മരണത്തിന്റെ മുമ്പിൽ കാണുന്നിടത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു അറ്റാക്ക് ജിയോങ്ങിന്റെ തൊട്ട് മുമ്പിൽ എത്തിയപ്പോഴാണ്, എന്റെ ദൈവങ്ങളെ, പെട്ടെന്ന് അവൻ ആ 2 അറ്റാക്കും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ എല്ലാരും ഞെട്ടിത്തെറിച്ചുപോയി. അല്ല, പെട്ടെന്നായിരുന്നു അവന് കൈ അങ്ങോട്ട് ഞെരുക്കി ഒടിച്ചു കളഞ്ഞത്. ഇത്ര നേരം ഞാൻ മര്യാദക്ക് എവിടെ നിന്നു, പക്ഷേ നീ അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് റൂയിൻ ചെയ്തല്ലോടാ. ഇതേ സമയം ആ ബ്ലൈൻഡ് മാൻ ഒട്ടും തന്നെ സർപ്രൈസ് അല്ലായിരുന്നു. പെട്ടെന്നാണ് അവൻ കൈയടിച്ചത്. അമേസിങ്, അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. കോപ്സ് ബിൽഡ് വാലിയിലെ ഫസ്റ്റ് വന്ന പൊസിഷൻ എന്തായാലും ചുമ്മാതായിരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിന്റെ മാർഷൽ പവേഴ്സ് എങ്ങനെ പോയാലും നീ ഒരു സുപ്രീം പീക്കിലാണ്, അതും 20 വയസ്സിന് മുമ്പിൽ തന്നെ. എന്ത് സുപ്രീം പീക്കോ? അത് ഉറപ്പാണോ? അതെ, പക്ഷെ അത് ഇയർലി സുപ്രീം പീക്കാണെന്ന് മാത്രം. എന്നാൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിത്തെറിച്ചത് നമ്മുടെ ഗോച്ചാനാണ്. സുപ്രീം പീക്കോ? ഒരു മാസത്തിന് മുമ്പ് അവന് മാർഷൽ ആർട്സ് എന്തെന്ന് പോലും അറിഞ്ഞൂടായിരുന്നു. അവനിപ്പോ സുപ്രീം പീക്കിലാണെന്നോ? ഹെവൻ എർത്ത് അസോസിയേഷനിൽ ലിറ്ററലി ഒരു മോൺസ്റ്ററാണ് കടന്നു കയറിയിട്ടുള്ളത്. ആൻഡ് ആർക്കും തന്നെ അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഇതേ സമയം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് തന്നെ ആ ഒരു കണ്ണ് കാണത്താൻ അവിടെ നിൽപ്പുണ്ട്. ഈ കണ്ണ് കാണത്താൻ കാരണം നിന്റെ എല്ലാം തന്നെ റൂയിനായല്ലോ. പക്ഷേ അവൻ നിന്റെ ഹൃദയമെടുപ്പ് കേൾക്കൊന്ന് അതൊട്ടും തന്നെ വിചാരിച്ചില്ല. പെട്ടെന്ന് സെക്കൻഡ് ഡിസിപ്ലിൻ പറയും ചെയ്യും, ഞാൻ കാര്യം നേരെ ഡയറക്റ്റ് അങ്ങോട്ട് പറയാം. നീ നിന്റെ ലോയൽറ്റി എനിക്ക് സെർച്ച് ചെയ്ത് തരണം. മോർട്ടൽ, നിനക്ക് മറ്റു മാർഗമില്ല, നീ അത് ചെയ്യുന്നതാണ് നല്ലത്. ശരിയാണ്, അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഡേഞ്ചറസ് ആയുള്ള സിറ്റുവേഷനാണ്. അവനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ. പെട്ടെന്ന് ജിയോങ് അവൻ്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം, പക്ഷേ ആ ഒരു ഓഫർ എനിക്കിപ്പോൾ എടുക്കാൻ സാധിക്കത്തില്ല. നാശം, അല്ലെങ്കിൽ നീ ഒരിക്കലും ഞാൻ പറയുന്നത് കേൾക്കത്തില്ലല്ലോ. എന്ത്? ഞാനിപ്പോ എന്താടാ കേട്ടെന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് അവന്റെ പവർ അങ്ങോട്ട് റിലീസ് ചെയ്തപ്പോൾ ആ സ്ഥലം തന്നെ അങ്ങോട്ട് പൊളിഞ്ഞു പോവുകയും ചെയ്യും. നീ എൻ്റെ ഓഫർ റിജക്ട് ചെയ്തോ? ഇവന് ശരിക്കും വട്ടാണോ? എന്ത് കാര്യത്തിലാണ്? അല്ല, ഇവൻ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത്? താങ്കൾക്ക് ഡാർക്ക്നെസ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ താങ്കളുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും താങ്കൾക്ക് ഉപകാരപ്പെടുത്തില്ല. പെട്ടെന്ന് അവർ രണ്ടുപേരും ഞെട്ടി. ഓ, ഇൻട്രസ്റ്റിംഗ്, അപ്പൊ നീ പറ. അതേസമയം അവനൊന്ന് ചിരിച്ചിട്ട് പറയുകയും ചെയ്യും, എൻ്റെ ലോയൽറ്റി എനിക്കിപ്പോൾ താങ്കൾക്ക് തരാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് എന്നുള്ള ഒരുത്തൻ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പൊളിറ്റിക്സിൽ കടന്നു കയറിയത് പോലെയാകും. അപ്പോൾ ഡാർക്ക് സൈഡ് ലീഡർ എന്നെ വിശ്വസിക്കുമോ?
ഒരിക്കലുമില്ല. നീ ഒരു സ്പൈ ആണെന്ന് തെറ്റിദ്ധരിക്കും. അത് തന്നെ. അപ്പൊ നീ എന്താണ് പറയുന്നത്? വെയിറ്റ് ചെയ്യണമെന്നോ? അതെ, ഒരു പ്രോമിസ്. പ്രോമിസോ? ഞാൻ കേട്ടിരുന്നു താങ്കളാണ് സക്സസർ പൊസിഷനിൽ ഏറ്റവും ക്ലോസസ്റ്റ് ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്ക്നെസ്സിനെ കംപ്ലീറ്റ്ലി എൻ്റെ അധീനതയിലാക്കിയതിന് ശേഷം ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരാം. എൻ്റെ ലോയൽറ്റി താങ്കൾക്ക് തരാനായിട്ട്. ആ ഒരു സെക്റ്റും താങ്കൾക്ക് തരാനായിട്ട്. പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിച്ചു. "ഹ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, നീ ഇപ്പം എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡാർക്ക് സെറ്റ് ലീഡർ നിന്നെ സംശയിക്കും. അത് വേണ്ട. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എങ്കി വാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ നേരെ തിരിഞ്ഞ് നടന്നു. പറ്റുമ്പോൾ നമുക്കൊന്ന് കൂടണം. പിന്നെ ജിയോമൊപ്പാൽ വാ. യെസ് മാസ്റ്റർ എന്ന് പറഞ്ഞ് അവർ നേരെ എല്ലാവരും തിരിഞ്ഞു നടന്നു. അല്ല, ഇത്ര നിസ്സാരമായി തന്നെ അവൻ തിരിഞ്ഞു പോകുന്നു ഒരിക്കലും. അപ്പോൾ അവൻ്റെ മാർഷൽ പവേഴ്സ് മാത്രമല്ല, അവൻ അതിബുദ്ധിമാൻ കൂടിയാണ്. കറക്റ്റ് കാര്യങ്ങൾ എവിടെ എങ്ങനെ പറഞ്ഞ് അവൻ്റെ അഡ്വാൻറ്റേജിലേക്കണമെന്ന് അവന് വ്യക്തമായി തന്നെ അറിയാം. വാക്കുകൾ കൊണ്ട് അവനെല്ലാം വളച്ചൊടിക്കുന്നുണ്ട്. അതിലുപരി ആ ഒരു നിമിഷം, ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ എനിക്ക് അവനെന്താ കൂടുതൽ ഹൈഡ് ചെയ്ത പോലെയാണ് തോന്നിയത്. ഇതേ സമയം അവരെല്ലാവരും പോയിരുന്നു. ആ ടൈമിലാണ് ജിയോങ് പറയുന്നത്, ബ്ലൂ സ്പിരിറ്റ് പറഞ്ഞോളൂ. ആ കണ്ണു കാണാത്തവൻ, അവൻ ഉറപ്പായിട്ടും മരിക്കണം. അതും എൻ്റെ കൈകൊണ്ട് തന്നെ. അല്ല മോർട്ടൽ, പറഞ്ഞതുപോലെ നീ അവൻ്റെ കാര്യം എന്തിനടുത്തു? അല്ല, ആരുടെ? ആ പെണ്ണിൻ്റെ ശരീരത്തിലെ അവൻ. ഓ ഗാഡ് ഗോച്ചാനാ. ഞാൻ ആ സമയത്ത് അവനോട് ഒരു സീക്രട്ടിലൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് യങ് മാസ്റ്ററിന് മേളിൽ ഒരു കണ്ണ് വേണമെന്ന്. ഹോ, അതെന്തായാലും കൊള്ളാം. സത്യം പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ ശരീരം അവന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ? നിനക്കങ്ങനെയാണോ തോന്നുന്നത്? അല്ല, അതിലുപരി നീ ഞാൻ വിചാരിച്ചിട്ട് നന്നായിട്ട് പീസ്ഫുള്ളി തന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തല്ലോ. അല്ല, ആൾക്കാർ നമ്മളെ കാണുന്നില്ലേ? ഏത് ഈ പുറകിലുള്ള ഗാർഡാ? ഏ, അവൻ മാത്രമല്ല. പെട്ടെന്ന് ബ്ലൂ സ്പിരിറ്റ് ഒന്ന് ഞെട്ടി. ഇതേ സമയം ജിയോങ് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചിരിച്ചിട്ട് വീണ്ടും അവൻ മുന്നിലേക്ക് നടന്നുപോയി. ഇതേ സമയം ദൂരെ ഒരാൾ നിപ്പുണ്ടായിരുന്നു. അവളാട്ടെ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതാട്ടെ നമ്മുടെ തേർഡ് ഡിസിപ്ലിൻ ആയിരുന്നു. അല്ല മിസ്, അവനെ കാണാനല്ലേ ഇവിടേക്ക് വന്നത്. പക്ഷെ അവനിപ്പോൾ ആ എനിക്കറിയാം. അവൻ്റെ ഒറിജിൻ ഓർത്തഡോക്സിലാണെന്ന് അറിയാതെ ഞാൻ എൻ്റെ പ്ലേക്ക് അവന് കൊടുക്കുകയും ചെയ്തു. ഇതൊട്ടും നല്ലതല്ല. മറ്റുള്ളവരെങ്ങാനാ പക്ഷെ അവനിപ്പോൾ ഡാർക്ക് സെൽ ലീഡിൻ്റെ ഡിസിപ്ലിനുമാണല്ലോ. നാശം. അല്ല, ആ പറഞ്ഞത് സത്യമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്ത്? അല്ല, അവൻ സുപ്രീം പീക്കിലാണെന്ന് പറഞ്ഞത്. ആ ശരിയാണ്. കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഞാൻ അവനെ കണ്ടത്. പക്ഷെ പീക്കുകളിൽ തന്നെയാണ്. എന്നാൽ ഇത്രയും ലെവലിൽ. പക്ഷേ അവനെ കണ്ടിട്ട് അവൻ്റെ സ്കിൽസ് ഹൈഡ് ചെയ്തതായിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ജാങ് നിയോക്ക് അവനെന്തായാലും കള്ളം പറയുന്ന കൂട്ടത്തിലുമല്ല. എന്തായാലും ഞാൻ തന്നെ ഇത് ചെയ്യണം. മിസ്, എനിക്കറിഞ്ഞൂടാ അവൻ എൻ്റെ സ്കിൽ ഹൈഡ് ചെയ്യുവാണോ അല്ലയോ എന്ന്. അവൻ സുപ്രീം വീക്കിലാണോ എന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ അവൻ്റെ ഒറിജിൻ ഏതാണെങ്കിൽ കൂടി ഞാൻ തന്നെ അവനെ ചെക്ക് ചെയ്യണം. എന്നാൽ ഇതേ സമയം നമ്മുടെ ബ്ലൂ സ്പിരിറ്റും ഡിമോണിക് മോങ്കും അതേപോലെ മോക് ജിയോൺ വൂണും എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. കാര്യം ആ കാണുന്നത് ഡാർക്ക് സൈറ്റിന്റെ ഒഫീഷ്യലുള്ള ഡിസിപ്ലിന്റെ മാനറാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മോങ് ജുനുവിന്റെ മാത്രം മാനർ. അപ്പൊ നിന്നെ ശരിക്കും ഒരു ഒഫീഷ്യൽ ഡിസിപ്ലിനാക്കി മാറ്റിയല്ലേ? ഉള്ളത് പറയാലോ. എനിക്ക് മനസ്സിലായി. എല്ലാവരുടെയും കണ്ണ് എൻ്റെ മേളിൽ തന്നെയാണല്ലേ. ഒരു ഗാർഡിനെ അസൈൻ ചെയ്തത് മാത്രമല്ല, ഇവിടെയുള്ള സെർവൻസും എല്ലാവരും മാർഷൽ ആർട്സ് പഠിച്ചവരാണ്. അപ്പൊ പിന്നെ അവൻ എന്നെ മര്യാദക്ക് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ശരിയാണ്, കണ്ടിട്ട് എല്ലാവരും സെക്കൻഡ് റൈറ്റ് അല്ലെങ്കിൽ തേർഡ് റൈറ്റ് ആണ്. പക്ഷേ അധികം എണ്ണവുമില്ല. എങ്കിൽ പിന്നെ അവരാരും എന്നെ വാച്ച് ചെയ്യാത്ത രീതിയിൽ ആക്കിയാൽ പോരെ. അല്ല, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിനക്കോർമ്മയില്ലേ സെക്കൻഡ് ഹെഡ്മാസ്റ്ററിന് ഞാനൊരു വാക്ക് കൊടുത്തത്? സോ ആ ഒരു വാക്ക് ഞാൻ എന്തായാലും നിറവേറണ്ടേ. എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഡ്യൂട്ടീസ് കഴിഞ്ഞു. ഞാൻ തൽക്കാലം വെയിറ്റ്, നിന്റെ പേര് സിയോക് ജോങ് ഒന്നും കണ്ടല്ലായിരുന്ന? ഒരു കാര്യം ചെയ്യ്, നീ അകത്തേക്ക് വാ. എനിക്ക് കുറച്ച് കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. അല്ല, ഇവൻ എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത്? എന്തായാലും കുഴപ്പമില്ല, പുറത്ത് ആവശ്യത്തിനധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവൻ അനാവശ്യമായിട്ടൊന്നും ചെയ്യത്തില്ല. ആ, ഞാനിതാ വരുന്നു. അല്ല, എന്താണ്? നീ എൻ്റെ കാര്യം ഡാർക്ക് സെല്ലിൻ്റെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുകയല്ലേ? എനിക്കറിയാം നീ എന്നെ വാച്ച് ചെയ്യുവാണ്. അതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ നീ അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവനിത്ര ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. തൽക്കാലം നമ്മൾ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നതാണ് നല്ലത്. നീ ഇത് ശരിക്കും റിഗ്രറ്റ് ചെയ്യും കേട്ടോ. നാശം, ഇവൻ ശരിക്കും അഹങ്കാരിയാണല്ലോ. ഇവൻ എത്ര ധൈര്യം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ട്രിക്ക് ചെയ്യുന്നത്? താങ്കളുടെ കൂടെയുള്ള കുറച്ച് ട്രെയിനീസിനെ ഡിഫീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് താങ്കൾ ഒരിക്കലും ഇത്രയും കോൺഫിഡൻ്റ് ആകില്ലേ? നീ ഇപ്പോഴും ഒരു ഡിസ്പോസിബിൾ ഉള്ള ഒബ്ജക്റ്റ് മാത്രമാണ്. ഡാർക്ക് സെൽ ലീഡർ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് എടുത്ത് കളയാൻ പറ്റും. ഞാൻ ഡാർക്ക് സെൽ ലീഡറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് സ്വീകരിക്കാറുള്ളൂ. തൽക്കാലം ഇതൊന്നും ഇവിടെ ആരും അറിയാത്ത പോലെ നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. എന്നിട്ട് മനസ്സിൽ പറയും ചെയ്യും, ഇത് ഉറപ്പായിട്ടും എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. പെട്ടെന്നാണ് ജിയോങ് അവൻ്റെ കൈ അങ്ങോട്ട് ഉയർത്തിയത്. അടുത്ത നിമിഷം റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് അവനെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ച്
അവന്റെ പെടലിന് നേരെ നിലത്തേക്ക് കുത്തി. നീ നീ എന്ത് ചെയ്യുവാണ്? പെട്ടെന്ന് ആ സോഡ് എടുത്ത്. ഇല്ല, അവനെ കൊല്ലാൻ പോകണം. ഇവൻ അത്രയ്ക്ക് വിട്ടിയാണോ? ഇല്ല, വെയിറ്റ് ചെയ്. നീ ഇതെടുത്തോ. ഏ പെട്ടെന്ന് അവനൊന്ന് സ്റ്റക്കായി. അങ്ങനെ കുറച്ചധികം സമയം കടന്നു. അവന്റെ ബോധം പതുക്കെ അവന് തിരിച്ചു കിട്ടാനും തുടങ്ങി. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ആ ഒരു വുമൺ ഗാർഡോട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പുറത്തെവിടെങ്കിലും സമാധാനത്തോടെ ജീവിക്കണമെന്നാണല്ലേ? അതെന്തായാലും നല്ലൊരു വിഷ് തന്നെയാണ് കേട്ടോ. അല്ല, നീ എങ്ങനെയാണ് മറന്നുപോയോ? ഇത് ഈവിൾ റൂൾ സോഡാണ്. ഇത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയുള്ള ഡിസയേഴ്സ് പുറത്തു കൊണ്ടുവരുമെന്ന്. കുഴപ്പമില്ല, പക്ഷേ നിന്റെ പ്രണയിനി മരിച്ചുപോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഡാ, നീ ഇതൊട്ടും നല്ലതല്ല. ഞാൻ തൽക്കാലം ഇവനെ ലോയലായിട്ട് പ്രറ്റൻഡ് ചെയ്യണം. എന്നിട്ട് പുറത്തുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയില്ലെങ്കിൽ. ഇതേ സമയം ജം ചിരിച്ചിട്ട് ഒരു സാധനം അവൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു. പെട്ടെന്ന് അവൻ ഞെട്ടി. അല്ല, ഈ കാണുന്നത് ഇത് ഞാൻ അവൾക്ക് കൊടുത്ത ആ ഒരു ക്ലിപ്പല്ലേ? നിനക്കെങ്ങനെയാണ്? ഇതേ സമയം ജിയോങ് അവിടേക്ക് വന്ന് അത് പതുക്കെ അങ്ങോട്ടെടുത്തു. ആൻഡ് അടുത്ത തവണ ഈ ഒരു ക്ലിപ്പിൽ അത് ഒതുങ്ങത്തില്ല. ഇതേപോലെ പൊടിഞ്ഞു പോകാൻ പോകുന്നത് നിന്റെ പ്രണയിനിയുടെ തലയായിരിക്കും. അത് കേട്ടപ്പോൾ അവൻ അടിമുടി വിറച്ചു. അപ്പാ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മാസത്തിനിടയ്ക്ക് ഒന്നും പറയാനും വേണ്ട കേട്ടോ. തൽക്കാലം ഇങ്ങോട്ട് പോയാൽ മതി. പൊളൈറ്റായിട്ട് നീ ഇത് ഡിക്ലൈൻ ചെയ്യത്തില്ലെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. അല്ല, എന്തുപറ്റി? നീ കരയാൻ പോകുവാണോ? നാശം, ഇവൻ ഇവൻ ഉറപ്പായിട്ടും ഒരു ഡെവിലാണ്. നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ കൊല്ലത്തൊന്നുമില്ല. ഹാ, നിനക്ക് പോകാം. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി. അല്ല, നീ ഓക്കെ അല്ലേ? നിന്നെ കണ്ടിട്ട് കുഴപ്പം. അല്ല, യങ് മാസ്റ്റർ എപ്പോഴെങ്കിലും റൂമിൽ നിന്ന് പുറത്തു വന്നോ? നീ എന്താ നീ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും കൂടെ റൂമിനകത്തിരുന്ന് സംസാരിക്കുമല്ലായിരുന്നോ? അല്ല, അപ്പോ പിന്നെ ഇതാരായിരിക്കും അവനിവിടെ കൊടുത്തിട്ടുള്ളത്? ഇതേ സമയം അവന്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഡിമോണിക് മോങ്ക് നിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ആ നിര മുന്നിലേക്ക് നടന്നു. ആ, നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്തായാലും താങ്ക്സ്. ഞാനിവിടെ പുതിയതായിട്ട് വന്നതല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി കുറേ തവണ കാണാനുള്ളതാണ്. എന്തേ, അകത്തേക്ക് വരുന്നോ? ഒരു ചായം കുടിച്ചുകൊണ്ട് നമുക്ക് സംസാരിച്ചിരിക്കാം. കൊള്ളാല്ലേ, കേറിയല്ല. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കേറുകയും ചെയ്യും. അപ്പോൾ സെക്കൻഡ് യങ് മാസ്റ്റർ മോക്ക് ജോൺവിനെ കണ്ടുമുട്ടിയല്ലേ? ആ, പക്ഷേ അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം അവൻ തിരിച്ചു പോയെന്നോ? അതെ. അല്ലേ, എനിക്ക് തോന്നുന്നു ഡാർക്ക് സൈഡിനെ അവൻ ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യമായിരിക്കണം മോക്ക് ജോൺവിനോട് സംസാരിച്ചിട്ടുള്ളത്. കാര്യം ഞാൻ ഓൾറെഡി പലതവണ അവൻ എന്തായാലും ടേൺ ഡൗൺ ചെയ്തതല്ലേ. അല്ല, പ്രശ്നമൊന്നുമില്ലാതെ പെട്ടെന്ന് ചുമ്മാ പോയോ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലേ? ഇല്ല, ഒന്നും തന്നെ ഉണ്ടായില്ല. ഉണ്ടായെന്ന് പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിഞ്ഞൂടാ. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ താങ്കളുടെ ഡിസിപ്ലിൻ അവൻ്റെ യഥാർത്ഥ സ്ട്രെങ്ത് മറച്ചു വെക്കുവാണ്. അവൻ പ്രശ്നമാണെന്ന് പറയണമെന്നുണ്ട്. എന്നാൽ എനിക്കറിഞ്ഞൂടാ. എനിക്കെൻ്റെ വാ തുറക്കാൻ പറ്റാത്ത പോലെ, ആരോ എന്നെ കാണുന്നത് പോലെ. ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇതേ സമയത്ത് ഡാർക്ക് സൈഡ് ലീഡർ ഒന്നും മിണ്ടാതെ കുറച്ച് നേരം ഇരുന്നു. ആണോ? അതെന്തായാലും കൊള്ളാം. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. നീ എന്തായാലും ശരിക്കും ടയേർഡ് ആയിരിക്കത്തില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ പോയി റെസ്റ്റ് ചെയ്തോളൂ. താങ്ക്സ്. അങ്ങനെ ആ നില പുറത്തേക്ക് പോയി. എന്നാൽ അതേസമയം അവൻ വളരെ സൂക്ഷ്മതയോടെ തന്നെ അവനെ നോക്കി നിൽക്കുമായിരുന്നു. സെക് ലീഡർ, പറഞ്ഞോളൂ. ആ റിപ്പോർട്ടിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? നിനക്കും അങ്ങനെ തോന്നിയല്ലേ? അവൻ കംപ്ലീറ്റ്ലി ആങ്ഷ്യസ് ആയിരുന്നു. അതിലുപരി ഇവിടെ എന്തോ മിസ്സിംഗ് ആയിട്ടുള്ളത് പോലെ. ആൻഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ളത്, സെക്കൻഡ് യങ് മാസ്റ്റർ അത്ര നിസ്സാരമായി തന്നെ അങ്ങനെ പോകാൻ ഒരു മാർഗവുമില്ല. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പോയ ഗാർഡിനെ എന്തായാലും നീ ഒന്ന് നോക്കിക്കോ. അവനെ മാത്രമല്ല, ജോൺ വുഡിന്റെ ആ ഒരു റെസിഡൻസിലുള്ള എല്ലാവരുടെയും മേളിൽ നിന്റെ ഒരു കണ്ണ് വേണം. അത് ആരായാലും കൊള്ളാം. എന്നിട്ട് നീ ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. യെസ് സാർ എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്യും. ഇതേ സമയത്താണ് അവൻ ഒരു ഡ്രോയർ വലിക്കുന്നത്. അതിൻ്റെ തട്ടെ ഒരു സ്ക്രോൾ ഉണ്ടായിരുന്നു. ആ സ്ക്രോൾ എടുത്ത് അവൻ പതുക്കെ തുറക്കുകയും അതിനകത്ത് വിചിത്രമായ കുറച്ചധികം കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവനത് കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസമായതുപോലെ. അങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി. പിന്നെ കാണിക്കുന്ന ഡാർക്ക് സൈഡ് ലീഡർ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ്. അതേസമയം ഡാർക്ക് സൈഡ് ലീഡറിന് പുതിയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് തന്നെ പറയണം. ആൻഡ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് മോക്ക് ജോൺ വുഡിന്റെ ആ ഒരു ടാലന്റ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു തവണ മാത്രമാണ് ആ ഒരു ഗോസ്റ്റ് ഷാഡോ ക്ലോഡ് ടെക്നിക്ക് അവന് കാണിച്ചു കൊടുത്തത്. എന്നാൽ ഇപ്പോൾ ജിയോങ് പെർഫോം ചെയ്യുന്ന രീതി വർഷങ്ങളോളം അവന് ട്രെയിനിങ് കിട്ടിയതുപോലെയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള സെർവന്റ് എടുക്കെ അദ്ദേഹം കാര്യങ്ങളൊക്കെ തിരക്കി. യങ് മാസ്റ്റർ മോക്ക് സത്യം പറഞ്ഞ റൂമിൽ തന്നെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ സാധിച്ചില്ല. കാര്യം അവൻ ഏറ്റവും കൂടുതൽ നേരം അവന്റെ റൂമിൽ തന്നെയാണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അവൻ നിസ്സാരമായി തന്നെ ഒരു തവണ കണ്ടിട്ട് ആ ഒരു ടെക്നിക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാസ്റ്റർ ചെയ്യുന്നതാണോ? അതൊട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഡാർക്ക് സൈഡ് ലീഡർ അവന് പുതിയൊരു ടെക്നിക് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ റിസൾട്ട് വളരെ സെയിം ആയിരുന്നു.
സത്യം പറഞ്ഞാൽ മോക്ക് ജുൻ വ്യൂവിന്റെ ടാലന്റ് എന്ന് പറയുന്നത് ഇത്രയും അധികം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ അവന് ട്രെയിനിങ് പോലും ആവശ്യമില്ലായിരുന്നു. അത്രത്തോളം ടെറിഫയിങ് ആയുള്ള ഒരു ടാലന്റാണ് അവൻ കാഴ്ച വെച്ചത്. സോ പഠിപ്പിക്കുന്നതിന് പകരം ആ ട്രെയിനിങ് മെത്തേഡ് അദ്ദേഹം ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തു. ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മോക്ക് ജോൺവിനോട് ചോദ്യങ്ങൾ ചോദിച്ചോളം പറഞ്ഞു. ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം നൽകാമെന്ന് പറഞ്ഞു. ആൻഡ് അവിടെ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ മോക്ക് ജോൺവിന്റെ ചോദ്യങ്ങൾ തന്നെയാണ്. എന്ത്? എനിക്കറിയാം താങ്കൾ വെച്ചിരിക്കുന്നത് ഒരു മാസ്ക് ആണെന്ന്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? മാർഷൽ ആർട്സിനെ പറ്റി ഒരു ചോദ്യം പോലും മോക്ക് ജോൺ വുൺ ചോദിച്ചില്ല. അതിനു പകരം ഡാർക്ക് സെറ്റിലിന്റെ സീക്രട്ട് ടെക്നിക്സ് പിന്നെ ഡാർക്ക് സെറ്റിനെ പറ്റിയാണ് അവൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. ആൻഡ് അവിടെയാണ് രണ്ടാമത്തെ പ്രശ്നം അത് ഇതിനെ അലട്ടിയത്. ഇത് സത്യമാണോ? അതെ. ഇതൊട്ടും തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഡാർക്ക് സെറ്റിലെ സീക്രട്ട് ഉള്ള ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ട്രസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഡാർക്ക് സെറ്റ് ലീഡർ ഇപ്പോൾ മോക്ക് ജുൻവുവിനെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടെക്നിക്കൊക്കെ പൂർണ്ണമായിട്ടും അദ്ദേഹം പഠിപ്പിച്ച് കൊടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ മോക്ക് ജുൻവുവിന്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടി മോക്ക് സോർട്ട് മാനുവലിലേക്ക് അവനുള്ള കാര്യങ്ങളൊക്കെ തിരക്കി എല്ലാ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയും ചെയ്തു. ഞാൻ വിചാരിച്ചിരുന്നത് ഇവന്റെ ഫാമിലി ഇവനെ നന്നായിട്ട് വളർത്തി കാണുമെന്നാണ്, ഇത്രയും ടാലന്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ കാര്യങ്ങൾ അതുപോലെയല്ലല്ലോ. കാര്യം ഇവന്റെ മാർഷൽ സ്കിൽസ് ആ സമയത്ത് ജസ്റ്റ് തേർഡ് റേറ്റഡ് ആണെന്നാണല്ലോ അവർ പറയുന്നത്. മോക്ക് ജൂൺ വോൺ എങ്ങനെയാണ് ഇതുപോലെ മാറിയെന്ന് അവർക്ക് ആർക്കും അതിൽ നിന്നും ഉത്തരം ലഭിച്ചില്ല. ഇത് പോരാ, അതുകൊണ്ട് ഇനിയും കണ്ടെത്തണം. ആൻഡ് മൂന്നാമത്തെ ആയിരുന്നു ഏറ്റവും അവസാനത്തെ അതിന്റെ തലവേദന. അതായിരുന്നു ഏറ്റവും വലുതെന്ന് തന്നെ പറയണം. അല്ല, ഞാനിവിടെ എന്ത് ചെയ്യും? മോക്ക് ജൂണിനെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ കുറെ പേരെ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ സ്ട്രേഞ്ച്ലി ഒരാൾക്ക് പോലും ഒരു പ്രശ്നവും ഇവിടെ ഇല്ലല്ലോ. അവനെന്റെ ദിവസം കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് മാർഷൽ ആർട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടും കഴിച്ചുകൊണ്ടും കൾട്ടിവേഷൻ ക്യൂ ചെയ്തുകൊണ്ടും പിന്നെ ബുക്കുകൾ വായിച്ചുകൊണ്ടും മാത്രമാണ്. അതിൽ കൂടുതൽ അവനൊന്നും തന്നെ ചെയ്യാറില്ല. അവൻ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു റുട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇത് ശരിക്കും റെഗുലർ അല്ലേ? ഇനി എങ്ങനെ അവൻ ബാക്കിയുള്ളവരെ ത്രെട്ടൻ ചെയ്യുവാണോ അവനെ കാണുന്നത്? ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഡാർക്ക് സെറ്റ് ലീഡറിന് കുറച്ച് ഡൗട്ട് തോന്നിയും അതേ കുറേയധികം സെർവൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും റിപ്പോർട്ട്സിന് ഒരു മാറ്റം ഉണ്ടായില്ല. റിപ്പോർട്ട്സ് എല്ലാം ഒരു പ്രശ്നമില്ലെന്ന് തന്നെയാണ് തിരിച്ച് വന്നത്. എനിക്കറിയാമായിരുന്നു അവൻ മേ ബി ഇതെല്ലാം തന്നെ കണ്ടെത്തി കാണും. 18ഓളം പേരാണ് മോക്ക് ജുൻ മുന്നേ ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത്രയും പേരെ ഒറ്റയടിക്ക് ത്രെറ്റൻ ചെയ്യുന്നതും അത്രയും പേരെ ഒറ്റയടിക്ക് അവന്റെ വശതിയിലാക്കുന്നതും അത്ര നിസ്സാരമൊരു കാര്യമല്ല. പിന്നെ അവന്റെ ടാലന്റ് മാർഷൽ ആർട്സിൽ മാത്രമല്ല, മേ ബി ഇവരെല്ലാം തന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവന് വ്യക്തമായി മനസ്സിലായി കാണണം. സോ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ അവൻ എനിക്ക് വേണ്ടി അനങ്ങുകയായിരിക്കണം. എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പൊ പിന്നെ ജേഡ്. യെസ് മാസ്റ്റർ. ജേഡ് ജേഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഗ്രേഡുള്ള അസാസിനാണ്. അൾട്ടിമേറ്റ് പീക്ക് കരുത്തിലാണ് അദ്ദേഹം നിലവിലുള്ളത്. അതുമാത്രമല്ല വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് 4 അസാസിൻ സെക്ടറുള്ള സൗണ്ട്ലെസ് മർഡർ സെക്ടറിൽ നിന്നുള്ള ഒരാളാണ് അദ്ദേഹം. നിലവിലെ നമ്മുടെ ഡാർക്ക് സെറ്റിന്റെ കൈയും കാലും എല്ലാം അവൻ തന്നെയാണ്. അവന്റെ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയണം. താങ്കൾ എന്നെ വിളിച്ചോ? നീ വീണ്ടും ആ സെർവൻസിനെ സ്വിച്ച് ചെയ്യണം. പിന്നെ ആ കൂട്ടത്തിലുള്ള 2 ഗാർഡ്സിനകത്ത് ഒരാളെ നീയായിട്ട് മാറി നീ തന്നെ നേരിട്ട് അവിടേക്ക് ചെല്ലണം. അവന്റെ മേളിൽ നിന്റെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നിട്ട് എല്ലാം എന്റെ നേരെ റിപ്പോർട്ട് ചെയ്, ഡയറക്ട്ലി തന്നെ. അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടുന്ന് മാഞ്ഞുപോയി. ജേഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഗ്രേഡുള്ള അസാസിനാണ്. ഇവൻ സുപ്രീം പീക്കുള്ള മാർഷൽ ആർട്സിനെ പോലും അവനെ നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്യം എനിക്ക് മനസ്സിലാകും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സെർവൻസിനും മാറ്റിക്കൊണ്ട് അവനിപ്പോ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്തായാലും സത്യം റിവീൽ ചെയ്യുന്നു ഉറപ്പായിരുന്നു. പിന്നെ കാണിക്കുന്ന ജേഡാണ്. ജേഡായിട്ട് ആ ഒരു റൂഫ് ടോപ്പിൽ നിന്ന് ആ ടൈല് മാറ്റി ആ നിലത്തേക്ക് നോക്കി. എന്നാൽ അപ്പൊ കണ്ട കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ട്രാൻസ്ഫർമേഷൻ സീസ് അപ്ലൈ കൊള്ളാം. സത്യം പറഞ്ഞാൽ മോക്ക് ജുൻ വോൺ അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ കയ്യിലാട്ടെ ഒരു തലയുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു ഗാർഡിനെ അവന്റെ കൈ കീഴിൽ വെച്ചുകൊണ്ടാണ് അവനത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയ്ഡാട്ടെ നിലത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അവന്റെ കണ്ണ് മോക്ക് ജുന്റെ മേലിൽ പതിച്ചു. അടുത്ത നിമിഷം അവന്റെ പോക്കിൽ നിന്ന് ഒരു സാധനം എടുത്ത് നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് നീന്ന് നേർത്തിയാണല്ലോ ഡിമോണിക് മോങ്ക്. പിന്നെ കാണുന്നത് ആ ജെയ്ഡ് സത്യം പറഞ്ഞാൽ ഇപ്പോ ഡിമോണിക് മോങ്കാണ്. ചുരുക്കം പറഞ്ഞ ജെയ്ഡിനെ ഡിമോണിക് മോഗ് കൈവശം ആക്കിയിരുന്നു. 3 ദിവസത്തിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. മോട്ടൽ അവിടെ തന്നെ ഇരുന്നപ്പോൾ ഞാനും ഡിമോണിക് മോങ്ങൂടെ കംപ്ലീറ്റ്ലി ഈ സ്ഥലം മുഴുവൻ അരിച്ചു പെറുക്കി. അങ്ങനെയാണ് ഈ ജെയ്ഡിനെ ഞങ്ങൾക്ക് കിട്ടിയത്. സത്യം പറഞ്ഞ അവന്റെ ഹൈഡിങ് സ്കിൽസ് ശരിക്കും അൺബിലീവബിൾ ആണ്. പക്ഷേ സ്പിരിറ്റ്സിന്റെ മുമ്പിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ അവനെ കൈക്കലാക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞ ജെയ്ഡ് ഇപ്പോൾ ഞങ്ങളുടെ കീഴിൽ തന്നെയാണ്. ആൻഡ് അങ്ങനെയാണ് മോക്ക് ജോൺ വോ നമ്മുടെ ഡാർക്ക് സൈഡിൽ ജോയിൻ ചെയ്തതിന് ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ കംപ്ലീറ്റ്ലി
ഇതേ സമയം അവന്റെ കയ്യിൽ ഒരു സ്ക്രോൾ ഉണ്ടായിരുന്നു. അത് ഡാർക്ക് സൈഡ് ലീഡർ എപ്പോഴും വായിക്കുന്ന ആ ഒരു സ്ക്രോൾ ആയിരുന്നു. അവൻ നിസ്സാരമായി തന്നെ ഡാർക്ക് സൈഡിനെ അവന്റെ കൈക്കുള്ളിലാക്കി മാറ്റിയത്. അപ്പോ ഡിമോണിക് മോങ്, നിന്റെ പുതിയ ശരീരം എങ്ങനെയുണ്ട്? അവനാട്ടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെന്തായാലും കൊള്ളാം. അല്ല, ഈ സ്ക്രോൾ ഇതാണല്ലേ അപ്പൊ ഡാർക്ക് സൈഡ് ലീഡർ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇതിന്റെ അകത്ത് എന്തായിരിക്കും? ഈ സമയത്താണ് ഡിമോണിക് മോങ് പെട്ടെന്ന് അവനെ നോക്കിയത്. ആ, ഇവനെയോ? ഇവനെ നീ നോട്ടീസ് ചെയ്തിട്ടില്ല. കാര്യം ഇവൻ ഡാർക്ക് സൈഡിലെ ഒരാളല്ല. സത്യം പറഞ്ഞാൽ ഇവനൊരു അസാസിനാണ്. എന്നെ കൊല്ലാൻ വന്നതാണ്. പെട്ടെന്ന് ഡിമോണിക് മോങ് ഒന്ന് ഞെട്ടി. അതെ, ഇതാ ബ്ലൈൻഡ് ആയുള്ള സോൾട്ട്മാൻ അല്ലേ നമ്മൾ നേരത്തെ കണ്ടത്? അവൻ അയച്ചതാണ് വി മ്യങ് ചിയോൺ. അവൻ ഒരു ലോയലുള്ള സബോർഡിനേറ്റ് ആണ്, സെക്കൻഡ് ഡിസിപ്ലിന്റെ. സത്യം പറഞ്ഞാൽ അവൻ ഒരു തലവേദന തന്നെയാണല്ലേ. അവൻ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇങ്ങനെ ഒപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിലുപരി ഇവനൊരു ഓർത്തഡോക്സ് മൂറിമിലൈറ്റ്സിന്റെ സ്പൈ ആക്കി കാണിക്കുമെന്നൊന്നും അത് ഒട്ടും തന്നെ വിചാരിച്ചില്ല. അല്ല, നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ എന്ന് അപ്പൊ ഡിമോണിക് മോങ്ങിനോടൊക്കെ ബ്ലൂ സ്പിരിറ്റ് ചോദിക്കും. എടാ വിട്ടി, മോർട്ടലി അവൻ ഓർത്തഡോക്സ് മുറിമിലെ ഒരാളല്ലേ. സത്യം പറഞ്ഞാൽ ഇതിനാദ്യം സത്യമൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ ഇന്ന് ടോർച്ചർ ചെയ്തു. അപ്പോഴാണ് ഡിമോണിക് മോങ്ക് അവന്റെ കൈ ശ്രദ്ധിക്കുന്നത്. അവന്റെ നഖങ്ങളെല്ലാം പിഴുതു മാറ്റിയ രീതിയിലും അവന്റെ കൈ വിരലുകളെല്ലാം ഒടിഞ്ഞ രീതിയിലും അതിലേക്ക് എന്തോ കുത്തിയിറക്കിയ രീതിയിലാണ് അവന്റെ കൈ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാത്തത് അവൻ എന്തിനാണ് ഇവിടേക്ക് ഒരു അസാസിൻ അയച്ചത്? ഇവനെന്തായാലും അത്ര പവർഫുൾ ഒന്നുമല്ല. അതിനു മുമ്പ് ഇവൻ കോട്ടാകുകയും ചെയ്തു. അതും ശരിയാണ്. ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. അവന് വ്യക്തമായി തന്നെ അറിയാം ഇവനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ആൻഡ് ഈ സ്ഥലം അതൊട്ടും നിസ്സാരമല്ല. സത്യം പറഞ്ഞാൽ അസോസിയേഷനിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് സെക്യൂരിറ്റി ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോ ഇവൻ എന്താണ് ഇവിടേക്ക് വന്ന് പെട്ടത്? പെട്ടെന്ന് ജിം ചിരിച്ച്, എന്റെ ദൈവങ്ങളെ, അവൻ നമ്മളെ കംപ്ലീറ്റ്ലി ട്രാപ്പ് ചെയ്തല്ലോ. എന്ത്? അടുത്ത നിമിഷമാണ് പുറത്ത് കുറേയധികം പ്രകാശം തെളിയാനായിട്ട് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇവനെ പിടിച്ചതല്ല, ഇവൻ പിടി തന്നതാണ്. നിനക്ക് ആദ്യം പറഞ്ഞെന്താന്ന് ഓർമ്മയുണ്ടോ? അതെ, ഓർത്തഡോക്സ് അലയൻസ്. അല്ല, നീ പറഞ്ഞു വിടുന്നത്? അതെ, സെക്യൂരിറ്റിയുടെ ലൂസ് ആയതല്ല, ഇവനെ മനഃപൂർവ്വം ഇവിടേക്ക് കടത്തി വിട്ടതാണ്. ഇവൻ സത്യം പറഞ്ഞ ഒരു ട്രാപ്പാണ്. ഈ ഒരു ട്രാപ്പ് കൊണ്ട് എന്നെ മാത്രമേ അവന് പൂട്ടാനും സാധിക്കത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോ ആ കണ്ണ് കാണാത്തവന്റെ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഒരു സ്പൈ എന്നെ കോണ്ടാക്ട് ചെയ്ത രീതിയിലായി. യങ് മാസ്റ്റർ, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു ഇൻവേഡർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. സോ തൽക്കാലം താങ്കൾ ഇന്ന് പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞ് നമ്മുടെ ഡാർക്ക് സെല്ലിലെ ഇന്റേണൽ അഫയേഴ്സ് ഓവർസിയർ ആണ് അവിടേക്ക് വന്നിട്ടുള്ളത്. ഇതേ സമയത്ത് ആ കണ്ണ് കാണത്താൻ ദൂരത്ത് നിപ്പുണ്ടായിരുന്നു. ആ കണ്ണ് കാണത്താൻ എന്നെ കൊല്ലാൻ വേണ്ടിയല്ല ഇവനിവിടേക്ക് അയച്ചത്. അതിന് പകരം ഓർത്തഡോക്സ് മൂറും അലയൻസിന്റെ ഒരു സ്പൈ ആക്കി എന്നെ ഫ്രെയിം ചെയ്യാനായിട്ടാണ്. അല്ല, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡാർക്ക് സെല്ലിലെ എല്ലാ മാർഷൽ ആർട്സും തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. എല്ലാം പ്ലാൻ അനുസരിച്ച് തന്നെ പോകുന്നുണ്ട്. എനിക്കിപ്പോ പിക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് നീ അവിടെ കിടന്ന് പേടിച്ച് വിറക്കുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു ദിവസത്തിന് മുമ്പുള്ള കാര്യമാണ്. അല്ല ക്ഷമിക്കണം, താങ്കൾ പറഞ്ഞ് ഒരു ഓർത്തഡോക്സ് അലയൻസിലെ സ്പൈ ആയിട്ട് ഞാൻ ചെല്ലാനായിട്ടാണോ? അല്ല, സത്യം പറഞ്ഞാൽ അവനെ ടോർച്ചർ ചെയ്യുന്നതാണോ? അതെ, ഉറപ്പായിട്ടും അവൻ നിന്നെ ടോർച്ചർ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും നല്ല കള്ളം പറഞ്ഞാൽ പോരെ? ഇല്ല, അവൻ ശരിക്കും ബുദ്ധിമാനാണ്. നീ കള്ളം പറയുന്നത് പെട്ടെന്ന് തന്നെ അവൻ കണ്ടെത്തും. സോ തൽക്കാലം നീ കുറച്ച് സമയം പിടിച്ചു നിന്നാൽ മാത്രം മതി. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡാർക്ക്നെസ് സെറ്റ് അവിടേക്ക് എത്തുമല്ലേ? അത് തന്നെ. അതിനുശേഷം എനിക്കറിയാം, ഞാൻ ഓർത്തഡോക്സ് മുറിമിലെ ഒരു സ്പൈ ആയിട്ട് ഇവിടെ മരിച്ചു വീഴും. എന്റെ കുടുംബത്തിനെ താങ്കൾ നോക്കണം കേട്ടോ. ഞാൻ ഒരിക്കലും നിന്റെ ലോയൽറ്റി മറക്കത്തില്ല. എന്റെ പ്ലാൻ എന്തായാലും കംപ്ലീറ്റ്ലി സെറ്റായിരുന്നു. അവനെ പൂർണ്ണമായിട്ടും എനിക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കും. പിടിച്ചു കെട്ടിയില്ലെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടും. കാര്യം നിന്നെ ഞാനിവിടെ ഒരു സ്പൈ ആക്കി ചിത്രീകരിക്കാൻ പോകുകയാണ്. ആ ഒരു പ്ലേ കൊള്ളകാരൻ തന്നെ ഹിഡൻ ഫോഴ്സിൽ നിന്ന് ഒരാളായിട്ട് നിന്നെ വിചാരിച്ചോളൂ. അതിലുപരി ഡാർക്ക് സൈഡിലെ ആ ഒരു ഇന്റേണൽ അഫയേഴ്സ് ഓവർസിയറിന് ഞങ്ങൾ ആവശ്യത്തിന് കൈക്കൂലിയും നൽകിയിട്ടുണ്ട്. ഇതൊരു പെർഫെക്റ്റ് ഉള്ള മൂവ് തന്നെയാണ്. പല രീതി ചിന്തിച്ച് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആദ്യത്തെ കളം. നീ ഉറപ്പായിട്ടും അവിടെ പെട്ടുവോ? മോക് ജിൻവുൺ നിന്നെ ഉറപ്പായിട്ടും ഒരു സ്പൈ ആക്കി അവർ മാറ്റുന്നതാണ്. നീ ഇന്ന് ടോർച്ചർ ചെയ്ത് മരണപ്പെടും. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലമാണ്. നമ്മുടെ കണ്ണു കാണാത്തവൻ അവന്റെ റൂമിലേക്ക് കടന്ന് കയറിയിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ സെൻസിലേക്ക് ഞാൻ തിരിച്ചെത്തിയത്. ആ ഒരു ഹൃദയമെടുപ്പ് എന്നെ വല്ലാണ്ട് അലട്ടി. കാര്യം അത് നോർമലായിട്ടേ അല്ലായിരുന്നു. അത് ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ആ ഒരു ഹൃദയമെടുപ്പ് ഉണ്ടായിരുന്നത്. ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന് ഒരു ഫണ്ടമെൻ്റൽ ആയുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് തന്നെ അവന് തെറ്റാണ്. സത്യം പറഞ്ഞാൽ അവനെ കൊല്ലണമെന്ന് പലതവണ ഞാൻ പറഞ്ഞെങ്കിലും സെക്കൻഡ് അതിനെ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ എൻ്റെ കയ്യിലേക്ക് ഞാൻ എടുത്തത്. ഞാനായിട്ട് തന്നെ നിന്നെ കൊല്ലേണ്ടി. ഈ സമയത്ത് അവന്റെ ഷൂ ഊരിയപ്പോഴാണ് പെട്ടെന്ന് അവനത് ശ്രദ്ധിച്ചത്. പുറത്ത് കാറ്റ് വീശുന്ന ആ ഒരു സൗണ്ട് അവന് കേൾക്കാൻ സാധിക്കും.
അവൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. കുറച്ചു നേരം അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അല്ല, ഇതെന്താണ്? ഇവിടെ ശരിക്കും ക്വയറ്റാണല്ലോ. അടുത്ത നിമിഷം ആ ഒരു സോഡ് കൊടുത്ത് അവൻ നേരെ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ മാർഷൽ ആർട്സ് എല്ലാവരും തന്നെ ഗാർഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരാളെ പോലും എനിക്ക് അവരെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെല്ലാവരും ഉറങ്ങുകയാണോ? ഇതേ സമയം ആരൊരാൾ അവനടുത്തേക്ക് നടന്ന് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ സോഡ് അവൻ പുറത്തേക്കെടുത്തു. അല്ല, അവരുടെ എല്ലാവരുടെയും ബോധം പോയിരിക്കുകയാണ്. അതിനു പുറമെ ഒരാൾ എൻ്റെ അടുത്തേക്ക് നടന്ന് വരുന്നുണ്ട്. ഞാൻ ഒരു തവണ മാത്രമേ ആ ഒരു ഹൃദയമിടിപ്പ് കേട്ടുള്ളൂ. പക്ഷേ അതെനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എങ്ങനെ? നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറി. നാശം, ഇവനിപ്പോ ടോർച്ചർ ചെയ്യേണ്ടതല്ലായിരുന്ന? ഇവൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? മോക്ക് ജോൺ വുഡ്, നീ എങ്ങനെയാടാ ഇവിടെ വന്നത്? പെട്ടെന്ന് അവനൊരു സാധനം അവിടേക്ക് എറിഞ്ഞു കൊടുത്തു. അവനട്ടെ അത് കൈകൊണ്ട് പിടിക്കുകയും ചെയ്തു. അതാട്ടെ അവൻ അവിടേക്ക് വെച്ച ആ ഒരു സ്പൈൻ്റെ തലയായിരുന്നു. നീയായിട്ട് തന്നതല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി അവനൊരു അറ്റാക്ക് ചെയ്യും. നീയായിട്ട് തന്നത് ഞാനെല്ലാം തിരിച്ചു തരാൻ വന്നാന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് അവൻ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അറ്റാക്ക് ആയിരുന്നു. എങ്കിലും അവൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവിടെ പിടിച്ചു നിൽപ്പുണ്ട്. നാശം, എന്താണ് സംഭവിച്ചത്? എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ആ ഒരു ഓവർസിയറിന് ആവശ്യത്തിനുള്ള പണം ഞാൻ നൽകിയതാണല്ലോ. പിന്നെ എന്ത് പറ്റി? ഇവിടെ ഫെയിലിയർ ആകേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ എന്നിട്ടും ഇവൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? പിന്നെ കാണിക്കുന്നത് 2 മണിക്കൂർ മുമ്പുള്ള കാര്യമാണ്. യങ് മാസ്റ്റർ, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു ഇൻവേർട്ടർ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തൽക്കാലം ഒന്ന് പുറത്തേക്ക് വാ. നീ എങ്ങനെ വന്നാലും നീ ഞങ്ങൾ കംപ്ലീറ്റ്ലി പൂട്ടുന്നതാണ്. വി മിങ് ചോന്റെ ആ ഒരു മെസ്സഞ്ചർ അവിടേക്ക് വന്നിരുന്നു. അവന്റെ സ്പൈ ഡയറക്ട്ലി അവന്റെ റൂമിലേക്ക് തന്നെ ചെല്ലുമെന്നാണ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വലിയ കാര്യത്തിന് ഇടപെട്ടതുപോലെ അവനാക്കി തീർക്കണം. അതിനുശേഷം അവനെ കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് പിടിച്ച് പൂട്ടാൻ സാധിക്കും. ഉള്ളത് പറഞ്ഞ ആ ഓർത്തഡോക്സിലെ നായനെ എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു. അവനെ എനിക്ക് കംപ്ലീറ്റ്ലി ഇവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഡാർക്ക് സെറ്റിൽ നിന്ന്. ഒരു കാര്യം ചെയ്യ്, കുറെ നേരമായില്ലേ, അവനെ പോയി വിളിച്ചിട്ട് വാ. അവൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ വലിച്ചിഴിച്ചുകൊണ്ട് വാ. യെസ് സാർ. അല്ലേ, ഇതാരൊക്കെയാണെന്ന് ചോദിച്ചോണ്ട് അപ്പോഴേക്കും മോക്ക് ജിയൻ വൺ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇന്റേണൽ അഫെയർ ഓവർസിയർ അല്ലേ? സത്യം പറഞ്ഞാൽ താങ്കൾ തന്നെയാണ് ഇവിടേക്ക് വന്നത്. ദേ ഇൻവേർട്ടറിന് എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞങ്ങളത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. ഇവന്റെ ഗോൾ എന്താണെന്നും ഇവൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നും. അതെയോ, ഞാൻ വിശ്വസിക്കണോ? ഈ നായ അവൻ ഇപ്പോൾ ഇവിടെ കിടന്ന് അഹങ്കരിക്കുവാണല്ലേ? ഈ ഒരു സ്പൈ വന്നത് താങ്കളുടെ റൂമിലേക്കായിരുന്നല്ലോ, അതും ഡയറക്ട്ലി തന്നെ. സോ ഇവന് എന്താണ് സംഭവിച്ചത്? അത് കൊള്ളാം, അവനെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അവനെ ടോർച്ചർ ചെയ്ത്. എന്ത്? അതൊട്ടും നല്ലതല്ലല്ലോ. ഇത് കാര്യങ്ങൾ വീണ്ടും വഷളാക്കി. അല്ല, അതെങ്ങനെ? ഇപ്പോ ഞങ്ങളുടെ ഒരു കണ്ണ് താങ്കളുടെ മുകളിൽ തന്നെയുണ്ട്. കാര്യം ഞങ്ങൾക്ക് ശരിക്കും സംശയമുണ്ട്. കാര്യം അവൻ ഒരു സ്പൈ ആണെങ്കിൽ നീയുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീയും ഒരു സ്പൈ ആയിരിക്കണ്ടേ? ശരിയാണ്, ഇനി എല്ലാവരും നിനക്കെതിരെ തിരിയും. മരണം നിന്റെ തൊട്ട് മുമ്പിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അവനൊന്ന് ചിരിച്ചു. അല്ല, ഇവനെന്തിനാണ് ചിരിച്ചത്? അല്ലേ, ഇത്ര താമസിച്ചും നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഡാർക്ക് സെൽ ലീഡർ അവിടേക്ക് കടന്നു വന്നു. സെക് ലീഡർ, അല്ല നിങ്ങളെന്തിനാണ് ഇവിടേക്ക് വന്നത്? അല്ല, അത് പിന്നെ പെട്ടെന്നായിരുന്നു ആ സ്പൈനെ പോലെ അഭിനയിച്ചാൽ അവന് ബോധം വന്നത്. അവൻ ഇടക്കിടന്ന് ചുമക്കും ചെയ്യും. എന്നെ വിടൂ, ഞാൻ പറയുന്ന കേക്ക്. അല്ല, ഇതെന്താണ് ഇവൻ പെട്ടെന്ന്? ഓവർസിയർ, എന്നോട് ക്ഷമിക്കൂ. എന്ത്? ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഇല്ല, നീ എന്താണ് ഈ പറഞ്ഞത്? നിർത്ത് പ്ലീസ്. എൻ്റെ എൻ്റെ കുടുംബത്തിന് ഒന്നും ചെയ്യല് പ്ലീസ്. ഞാൻ ഞാൻ കെഞ്ചി പറയാണ്, എൻ്റെ കുടുംബത്തിന് ഒന്നും ചെയ്യല്. ഞാൻ താങ്കൾ പറയുന്ന പോലെ എല്ലാം ചെയ്തു. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കുടുംബത്തിനെ. എന്നാൽ ആ പറഞ്ഞത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ആയിരുന്നു. സെക് ലീഡർ, ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്? അവനെ ഫ്രെയിം ചെയ്യാൻ നോക്കുവാണ്. അല്ല, ഇങ്ങനെ താങ്കൾ എന്താണ് ഈ പൊട്ടം കളിക്കുന്നത്? താങ്കൾ പറഞ്ഞല്ലേ അതെല്ലാം തന്നെ ചെയ്തത്. മിണ്ടിപ്പോയ നിന്നെ. ഓവർസിയർ, ഒന്നടങ്ങ്. ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. അല്ല, നീ എന്താണ് പറഞ്ഞത്? ഞാൻ കാരണമാണെന്നാണോ? ശരിയാണ്, താങ്കൾ എന്താണ് പറഞ്ഞത്? മിസ്റ്റർ മോക്ക് എന്ന് പറഞ്ഞത് ശരിക്കും നല്ലൊരു വ്യക്തിയാണ്. അവനെ താങ്കൾ ഫ്രെയിം ചെയ്യാൻ നോക്കുമായിരുന്നോ? അപ്പോ ഓവർസിയർ യങ് മാസ്റ്റർ മോക്കിനെ ഇവിടെ ഫ്രെയിം ചെയ്യാൻ നോക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന പലരും അവനെതിരെ തിരിയാനായിട്ട് തുടങ്ങി. അല്ല, ഇത് എന്നാൽ ഇതേ സമയത്ത് ഡാർക്ക് സെക് ലീഡർ ഒന്നും തന്നെ പറയാതെ അവിടെ തന്നെ നിന്നു. സെക് ലീഡർ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അവനൊരു കള്ളനാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. സെക് ലീഡർ, ഞങ്ങൾ ഓവർസിയറിനെ അറസ്റ്റ് ചെയ്യട്ടെ. പക്ഷേ അവനൊന്നും തന്നെ മിണ്ടില്ല. ഇല്ല, ഇങ്ങനെ വരാൻ പാടില്ല. ഞാൻ ഇവിടെ നിന്ന് ചെയ്തിട്ടില്ല. ഇത് വെറുതെ പറയുവാണ്. ആ ടൈമിൽ ബാക്കിയുള്ള ഗാർഡ്സ് അവരുടെ സോഡ് പുറത്തേക്കെടുത്തു. എന്നാൽ അടുത്ത നിമിഷമാണ് ആ ഒരു സ്പൈനെ പോലെ അഭിനയിച്ചതിന്റെ കഴുത്തിലേക്ക് ഒരു സോഡ് വന്ന് നമ്മുടെ സെക് ലീഡർ അവന്റെ കഴുത്തങ്ങോട്ട്
അറുത്ത് കളഞ്ഞത്. പെട്ടെന്ന് എല്ലാരും ഞെട്ടി. നമ്മുടെ ഓവർസിയറും അവിടെ നടന്ന ഗാർഡ്സും എല്ലാരും അത്ഭുതപ്പെട്ടു പോയി. ആ തല നിലത്ത് വന്ന് വീഴുകയും ചെയ്തു. പരസ്പരം തല്ലുകൂടിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ഇൻവേർട്ടർ എന്തായാലും മരിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ പോലും ഇവിടെ ശബ്ദമുയർത്തല്ലേ. പറഞ്ഞത് മനസ്സിലായോ? യെസ് സാർ എന്ന് പറഞ്ഞ് അവരെല്ലാരും ഒരേപോലെ തന്നെ അവന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യും. ഇതേ സമയം അവനാ തലയെട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ തലയെട്ട് തന്നെ അവൻ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ ഇതിനു മുമ്പ് ഇതെവിടെയോ ഫെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ. പെട്ടെന്നാണ് ആ ഒരു ക്രീപ്പിനെസ് അവന്റെ ശരീരം മുഴുവൻ അടിച്ചു കയറി വന്ന് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയത്. എന്നാൽ മോക് ജോൺ വോൺ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് ഇതിന് വ്യക്തമായി തന്നെ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഇതേ സമയം ജിയോങ്ങിന്റെ അറ്റാക്ക് അവന്റെ അടുത്ത് വന്ന് അവന്റെ മുഖത്ത് നോക്കി ചവിട്ടി അവനെ ബാക്കിലേക്ക് തെറിപ്പിച്ച് കളയും ചെയ്യും. ഒരു കണക്കിന് അവനോടെ പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനെല്ലാം തിരിച്ചു തരാൻ വന്നതാന്ന്. നീയായിട്ട് തന്നതെല്ലാം തന്നെ തിരിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇവനൊട്ടും നിസ്സാരമൊരു കാര്യമല്ല. ഇവന്റെ ടാലന്റ് മാത്രമല്ല, ഇവൻ ശരിക്കും അപകടകാരിയാണ്. ഇവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. സോ നോർമൽ സ്കീംസ് ഒന്നും ഇവന്റെ വേഗത്ത് വർക്കായില്ലെങ്കിൽ ഞാൻ തന്നെ ഇവനെ കൊല്ലണം. അതുകൊണ്ട് ഈ നിമിഷം തൊട്ടെന്ന് പറഞ്ഞ് അവൻ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് മാറി. മോർട്ടൽ, ഒന്ന് സൂക്ഷിച്ചോ. എന്ത്? പെട്ടെന്ന് ഒരറ്റക്ക് അവന്റെ തൊട്ടടുത്തേക്ക് വന്ന് ജിയോൺ അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോർട്ടൽ, ഈ കാണുന്ന കണ്ണ് കാണാത്തവൻ, അവൻ നിന്നെക്കാട്ടും ബെറ്റർ ആണ്. ഉള്ളത് പറയാലോ, നീ ശരിക്കും സ്ട്രോങ് ആണ്. അതിലേറെ ബുദ്ധിമാൻ കൂടിയാണ്. പക്ഷെ നീ ഇവിടേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അല്ല, അതെന്താണ്? അത് നീ ഇപ്പോൾ എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ പോകുകയാണ്. അതെയോ? അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. നിന്റെ പ്രായത്തിലുള്ള മാർഷൽ ആർട്സ് ലെവലിൽ വെച്ച് നോക്കാത്ത നീ ശരിക്കും അധിപനാണ്. അത് ശരിക്കും ഇംപ്രസീവ് ആണ്. എന്നാൽ പക്ഷേ അത്ര പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നിടത്ത് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും കൂടുതലാണ്. ഇതേ സമയം ജിയോങ്ങിന് നേരെ ഒരു അറ്റാക്ക് ചെയ്യാൻ ജിയോങ് ഒന്ന് പതറുന്നുണ്ട്. ഇതേ സമയം അവൻ മാസീവുള്ള പല അറ്റാക്കും അങ്ങോട്ട് ചെയ്തു. അത് ശരിക്കും ഷാർപ്പുള്ള അറ്റാക്ക് തന്നെയാണ്. എന്നാൽ ഇതേ സമയം അവൻ ചെയ്യുന്ന ഓരോ അറ്റാക്സും ജിയോൺ നിസ്സാരമായി തന്നെ ബ്ലോക്ക് ചെയ്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ബ്ലോക്ക് ചെയ്യുന്നത് പോലെ. രണ്ടുപേർ ഒരേ മാർഷൽ ആർട്ട് റിലത്തിലാണെങ്കിലും അവർ സ്കിൽസിൽ ഒരിക്കലും ഈക്വൽ ആയിരിക്കത്തില്ല. കാര്യം അത് ഇന്റർണൽ എനർജിയിൽ വ്യത്യസ്തമാണ്. ഒരാൾ പെട്ടെന്ന് സ്ട്രോങ്ങർ ആയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇന്റർണൽ എനർജിയാണ്. അത് നിനക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് നീ ഇവിടെ പരാജയപ്പെടാനായിട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതേ സമയം ജിയോങ് അറ്റാക്ക് ഡിഫ്ലക്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ അറ്റാക്ക് തിരിച്ച് അതിന്റെ മുഖത്തിന്റെ നേരെ വന്നു. എന്നാൽ അവൻ ഡോഡ്ജ് ചെയ്തെങ്കിൽ കൂടി അവന്റെ നെഞ്ചത്ത് ആ ഒരു അറ്റാക്ക് വന്ന് പതുക്കുകയും ചെയ്തു. രണ്ടാമത്തത് എക്സ്പീരിയൻസ് ആണ്. നീ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ച് കാണത്തില്ല. നിന്റെ മൂവ്സ് ശരിക്കും പ്രിസൈസ് ആണ്, ഫ്ലോലെസ് ആണ്. പക്ഷേ നിനക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അൺപ്രഡിക്റ്റബിൾ ആയുള്ള മൂവ്സിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിലുപരി എൻ്റെ ഇന്റേണൽ എനർജി നിന്നെക്കാട്ടും ഇൻഫീരിയർ ആണെന്ന് പറഞ്ഞ് കുറച്ചധികം സോഴ്സ് അവനായിട്ട് ക്രിയേറ്റ് ചെയ്തു. മോക് ജിയോൺ വോൺ ശരിക്കും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. യുദ്ധം എന്ന് പറയുന്നത് അതികഠിനമാണ്, അതിക്രൂരവുമാണ്. ചില സമയത്ത് നിന്നെ പോലെ സ്ട്രോങ് ആകുന്ന കുറച്ച് പേര് അവിടേക്ക് വരുമായിരിക്കും. എന്നിട്ട് അവന്റെ നെയിംഡ് അറ്റാക്ക് ആണ്ട് യൂസ് ചെയ്തു. പക്ഷേ അത് തന്നെയായിരിക്കും നിന്റെ ഡിസഡ്വാൻറ്റേജ് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ മോക് ജിയോൺ വോൺ കംപ്ലീറ്റ്ലി അത്ഭുതപ്പെട്ടു പോയി. കാര്യം അവനിപ്പോൾ കണ്ടത് കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു. അത് അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവനിത് ഡിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് അവനത് ഫുള്ളി ഡയറക്റ്റ് തന്നെ കൊള്ളാൻ തീരുമാനിക്കുകയും ആ ഒരു അറ്റാക്കിനെതിരെ അവൻ ഡയറക്റ്റ്ലി കൗണ്ടർ ചെയ്യാനായിട്ടും തുടങ്ങി. കുറേ അറ്റാക്സ് അവൻ കൗണ്ടർ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അവന് പിടിച്ചു കെട്ടാൻ പറ്റില്ല. അവന്റെ ശരീരഭാഗങ്ങൾ മുറിയുന്നുണ്ടെങ്കിലും അവൻ ഇതെല്ലാം വേദനിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സന്തോഷമാണ് നൽകിയത്. ആ ഓരോ അറ്റാക്സ് ചെയ്യുന്ന സമയത്ത് അവനാട്ടെ അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണല്ലേ ഒരു മാർഷൽ ആർട്ടിസ്റ്റുമായിട്ട്, അതൊരു മാർഷൽ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നിടത്ത് തോന്നുന്നത്. ഇത് ശരിക്കും ആനന്ദമാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഈ സമയത്തും ചിരിക്കുന്നു. നീ ഡെഫിനറ്റ്ലി നോർമൽ അല്ല. ഒരു 5 വർഷത്തിന് ശേഷം, അല്ല ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞാൻ നിന്നോട്ട് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ പരാജയപ്പെട്ടെന്നോ. പക്ഷേന്നും പറഞ്ഞ് പെട്ടെന്ന് മോക് ജിയോൺ വോന്റെ സോന്റെ താഴത്തൂടെ ഒരു അറ്റാക്ക് വന്ന് അവന്റെ സോനെ കംപ്ലീറ്റ്ലി അവന്റെ ഡിഫ്ലക്ട് ചെയ്ത് കളഞ്ഞു. നീ ശരിക്കും വിഡ്ഢിയാണ്. കാര്യം നീ നിന്നെ തന്നെ ശരിക്കും ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു എന്നും പറഞ്ഞ് പെട്ടെന്ന് അവനൊരു അറ്റാക്ക് അവന്റെ കഴുത്തിന്റെ നേരെ അയച്ചു. അതുകൊണ്ട് നീ ഇന്നിവിടെ മരണപ്പെടും. മോർട്ടൽ, സൂക്ഷിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ്
അത്ഭുതപ്പെട്ട് പോയത്. അവന്റെ കഴുത്തിൽ ആ ഒരു അറ്റാക്ക് വന്ന് പതിച്ച ആ സെക്കൻഡിൽ തോട്ട് ഷാറ്ററിംഗ് എ ടെക്നിക്കിന്റെ ഫസ്റ്റ് ഫോം അങ്ങോട്ട് യൂസ് ചെയ്ത് അടുത്ത സെക്കൻഡിൽ ആ അറ്റാക്ക് മറ്റൊരു സൈഡിലേക്ക് പോയി. അല്ല, എന്റെ സോഡ് സ്ലിപ്പായോ? പെട്ടെന്ന് മോക് ജിൻവൺ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. അവൻ ശരിക്കും സർപ്രൈസ് ആയി പോയി. കാര്യം ഇപ്പോ ജിയോൺ വൂൺ ചെയ്ത അറ്റാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ടെക്നിക് അല്ല, റിച്വൽ ഓഫ് എക്സ്പൾഷൻ ആണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ റിച്വൽ ഓഫ് എക്സ്പൾഷൻ ഇവിടെ വെച്ച് പഠിച്ചിരിക്കുന്നോ? ഈ റിച്വൽ ഓഫ് എക്സ്പൾഷൻ എന്ന് പറഞ്ഞത് റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അറ്റാച്ച്മെന്റ് ഒരു സൈഡിലേക്ക് വലിക്കുകയാണെങ്കിൽ എക്സ്പൾഷൻ എന്ന് പറഞ്ഞ മറ്റൊരു സൈഡിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. പക്ഷെ അവന്റെ കഴുത്തിന്റെ മുറിവ് കണ്ടിട്ട് അവൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പെർഫെക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചതുപോലെയല്ല. നിന്നെ പോലെ ഒപ്പോണന്റുമായിട്ട് ഇത് ചെയ്യുന്നിടത്ത് എക്സ്പെഷ്യലി ടൈമിംഗ് കറക്റ്റ് ആയിരിക്കണം. കൊള്ളാം, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സമയം കടന്നു പോകുവാണ്. കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് തീർത്താലോ? നിന്റെ കയ്യിൽ അപ്പോൾ ഒരു ഹിഡൻ ആയുള്ള ടെക്നിക്ക് ഉണ്ടായിരുന്നല്ലേ? മേ ബി എന്റെ സോഡ് ചിലപ്പോൾ സ്ലിപ്പായി കാണും. പക്ഷേ ഇതേ സമയം അവന്റെ സോഡിലേക്ക് ആ ഒരു എനർജി ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു അറ്റാക്ക് 2 തവണ ഇനി വർക്കാവുമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ എൻഹാൻസ് ആയുള്ള സോഡ് ക്യൂ യൂസ് ചെയ്തു. അവന്റെ ഓരോ ടെക്നിക്കുകളും ശരിക്കും സ്ട്രേഞ്ച് ആണ്. അതിലുപരി അവന്റെ സോഡും ശരിക്കും നല്ലതാണ്. കാര്യം എൻ്റെ സോഡ് വരെ ഒരു ക്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊട്ടും നിസ്സാരമല്ല. ഈ ഫൈറ്റ് അധികം നേരം എനിക്ക് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അവൻ എൻ്റെ ഡാസ്ലിംഗ് സ്റ്റാർ പവർ എന്ന് പറയുന്ന ഒരു മാസീവ് ഉള്ള അവൻ്റെ സീക്രട്ട് ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ നിനക്കിനി മറ്റ് അറ്റാക്കുകളൊന്നും ഇല്ലല്ലേ? പെട്ടെന്ന് അവൻ ഞെട്ടി. കാര്യം മോക് ജുൻവണും ആ സെയിം അറ്റാക്ക് തിരിച്ച് ചെയ്യാൻ തുടങ്ങി. അതവനെ ശരിക്കും ഞെട്ടിച്ച് കളയെ അവനൊട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവൻ ബാക്കിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും. അല്ല, അതെന്താണ് സംഭവിച്ചത്? ഡാസ്ലിംഗ് പവർ സ്റ്റാർ എന്ന് പറയുന്നത് എനിക്ക് മാത്രം പാസ് ഡൗൺ ചെയ്യപ്പെട്ട ഒരു ടെക്നിക്കാണ്. അത് മറ്റാർക്കും അറിയാൻ ഒരു മാർക്കുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവൻ ഈ ഒരു ഡ്യൂവലിൻ്റെ ഇടക്കും ഈ ഒരു ലൈഫ് ആൻഡ് ഡെത്ത് ഡ്യൂവലിൻ്റെ ഇടക്കും ഒപ്പോണന്റിന്റെ ടെക്നിക്ക് അവൻ നിസ്സാരമായി തന്നെ പഠിച്ച് അത് കോപ്പി ചെയ്യുവാണെന്നാണോ? ഇതേ സമയം മോക് ജുനൂൺ ആ ടെക്നിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോപ്പി ചെയ്ത് കഴിഞ്ഞു. അവന്റെ അറ്റാക്ക് പവർഫുൾ ആയിരുന്നു. അതെല്ലാം തന്നെ അവൻ ബ്ലോക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇതൊട്ടും തന്നെ പോസിബിൾ അല്ലെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ മോക് ജുൻവുണിനെ എങ്ങനെയാണോ അറ്റാക്ക് ചെയ്തത് അതുപോലെ തന്നെ മോക് ജുൻവുൺ അവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഒട്ടും തന്നെ പ്രഡിക്റ്റബിൾ അല്ലാത്ത മൂവ്മെന്റ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. അവൻ ഞാൻ വിചാരിക്കാണ്ടും ബെറ്റർ ആണ്. ഒരു ഒപ്പോണന്റിന്റെ മാർഷൽ ആർട്സ് നിസ്സാര സമയം കൊണ്ട് പഠിച്ച് അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ആ ഒരു ഫൈറ്റ് അവൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ ആണ്. ഞാൻ വിചാരിച്ചത് സത്യമായിരുന്നു. ഇവൻ ഡേഞ്ചറസ് ആണ്. എങ്ങനെയാണെങ്കിൽ അധിക സമയം വേണ്ടി വരത്തില്ല. ഇവൻ യങ് മസ്റ്ററിന്റെ നേരെ ആ സോഡ് ഉറപ്പായിട്ട് ഉയർത്തും. എന്ത് വിലയെടുത്തും ഞാൻ ഇവനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഷോൾഡറിലേക്ക് ആ ഒരു അറ്റാക്ക് തറച്ച് കയറി. പെട്ടെന്ന് മോക് ജുൻവുന്റെ കയ്യിൽ കയറി അവൻ പിടിച്ചു. അതേസമയം അവൻ ഞെട്ടുകയും ചെയ്തു. നീ ഒരു ജീനിയസ് ആയിരിക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ക്യൂയുടെ കാര്യത്തിൽ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ ജീവൻ വരെ റിസ്ക് ചെയ്ത് ഒരു മാസീവ് അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അല്ല, ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്. അടുത്ത സെക്കൻഡ് അവിടെ ബ്ലാങ്ക് ഉള്ള ഒരു കാര്യം സംഭവിച്ചു. മോക് ജുൻവുൺ അവന്റെ തൊട്ട് പുറകിലായിരുന്നു. അവർ രണ്ടുപേരും രണ്ട് സൈഡിൽ. പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. അവന്റെ കഴുത്തിൽ ചെറിയ മുറിവ് വന്ന് അതിൻ്റെ അന്ന് രക്തം വരാനും തുടങ്ങി. എന്താണ്? ആ സമയത്ത് അവന്റെ സോഡ് പൊട്ടി നിലത്തേക്ക് വീണു. അവന്റെ ക്യൂ ഇപ്പോ ട്രിപ്പിളായി മാറി. ഇതേ സമയം മോക് ജുൻവുൺ മോക് യൂചൻ ചെയ്ത ആ ഒരു ടെക്നിക്കാണ് ചെയ്തത്. അപ്പോ ഇവൻ ആദ്യം മുതൽ തന്നെ അവന്റെ ഫുൾ പവർ യൂസ് ചെയ്തില്ലായിരുന്നല്ലോ. ഹാ, എന്ത് ചെയ്യാനാ? നീ എന്റെ ഇടയ്ക്ക് കയറിയോണ്ടല്ലേ ഇതെല്ലാം തന്നെ സംഭവിച്ചത്. അല്ലായിരുന്നെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ നാള് ആയുസ് ഉണ്ടായിരിക്കുമായിരിക്കുമെന്നും പറഞ്ഞ് അവന്റെ നെറ്റിലേക്ക് തൊട്ടുണ്ട് അവന്റെ തല നിറച്ച് താഴത്തേക്ക് പോയി. ഇതേ സമയം പറഞ്ഞു. അപ്പൊ പിന്നെ ആ ഒരു ടൈമിൽ അവന്റെ തല നിലത്ത് വന്ന് വീണപ്പോ മോക് ജുൻവുൺ പറയും ചെയ്യും, ഇനി നീ ഉറങ്ങിക്കോളൂ, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കിഡിലിൻ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.